എന്നും ഒരേ രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു മടുത്തോ? എന്നാൽ ഇനി അങ്ങനെ ചിന്തിക്കണ്ട. ഇതുപോലെ നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് വെറൈറ്റി ആക്കാം. അപ്പോൾ വേറെ ഒന്നും അല്ല കേട്ടോ, സാധാരണ നമ്മുടെ ഇഡ്ഡലി ബാറ്റർ വെച്ചിട്ടാണ് ഞാനിതിപ്പോൾ ഇവിടെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് സവാളയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ക്യാരറ്റും കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ കുറച്ച് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇതിന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വെജിറ്റബിൾസൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. കേബേജും പൊട്ടറ്റോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇഡ്ഡലി തട്ടിൽ വെള്ളം വെച്ച് കൊടുത്ത് വെള്ളം നല്ലപോലെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിന് മുകളിലായിട്ട് ഇതുപോലൊരു ട്രേ വെച്ച് കൊടുത്ത് അതിലേക്ക് നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി മുകളിൽ കുറച്ച് അലങ്കാരപ്പണികൾക്കായിട്ടേ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചതിൽ നിന്നും എല്ലാതും കുറേശ്ശെയായിട്ട് ഇതിന് മുകളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തീർത്തും ഓപ്ഷനിലാണ്, കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്തെടുത്തതാണ്. ലാസ്റ്റ് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുത്ത് ഇതിനെ ആവിയിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ഒരു 15-20 മിനിറ്റോളം നമുക്കൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ആവി കയറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രയലിൽ നിന്ന് നമുക്കിതിനെ മാറ്റി കൊടുക്കാം. ഇനി ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിതിനെ കട്ട് ചെയ്ത് കഴിക്കാം. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി ബാറ്ററൊക്കെ നല്ല കറക്റ്റ് രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എന്നും ഇഡ്ഡലിയും ദോശയൊക്കെ കഴിച്ചു മടുത്തെങ്കിൽ ഇനി അടുത്ത ഈ ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി ഇതുപോലെ തട്ടൊന്നും ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ചെയ്യാതിരിക്കേണ്ട. സാധാരണ നമ്മൾ ആവി കയറ്റി എടുക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു പാത്രത്തിന് മുകളിൽ വേറെ ഏത് റൗണ്ടിലുള്ള ഒരു പാത്രമോ അല്ലെങ്കിൽ സ്ക്വയറിലുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിലോ നമ്മൾ മാവ് ഒഴിച്ചിട്ട് ഇതിനെ വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ സൈഡായിട്ട് കറിയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലും നമുക്ക് ചൂടോട് കൂടെ തന്നെ ഇതിങ്ങനെ കഴിക്കാവുന്നതാണ്.